ഇപ്പോൾ സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സാക്ഷ്യം നൽകുന്നത് നമ്മുടെ വിശ്വാസ വർദ്ധവിനാണ്. അതോടൊപ്പം കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടുള്ള അവസരം കൂടിയാണ് സാക്ഷ്യപ്പെടുത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാ നമുക്കായി ആദ്യത്തെ സാക്ഷ്യം നൽകുവാനായിട്ട് കടന്നു വരുന്നത് എവ്ലിൻ ഫ്രിജോയാണ് ആദ്യത്തെ സാക്ഷ്യം നൽകുവാനായിട്ട് കടന്നു വരുന്നത്. നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് മിനി തോമസ്. ഞങ്ങൾ താമസിക്കുന്നത് ഗുജറാത്തിലാണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു കുഞ്ഞാണത്. പക്ഷേ പല മരുന്നുകൾ കഴിച്ചിട്ടും ഡോക്ടർമാർ വിധി എഴുതി അവളുടെ ബ്ലോക്കാണ്, ട്യൂബിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന്. ജെറുസലേം വന്ന് ധ്യാനം കൂടിയതിൻ്റെ ഫലമായി അവൾ ഗർഭിണിയായി. 7 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടർ പറഞ്ഞു അവളുടെ യൂട്രസിൽ ക്രാക്കായി, വെള്ളം പോയി, ഈ കുഞ്ഞിന് അബോർഷൻ ആവാനാണ് സാധ്യത, നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. ഒരു മരുന്നും ഈ ലോകത്ത് ഇല്ല, നിങ്ങൾ ദൈവങ്ങളെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ആ സമയത്ത് മകളുടെ ഭർത്താവ് ഇവിടെ നാട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞു ഭട്ടത്തച്ഛനെ വന്ന് കണ്ടു പ്രാർത്ഥന സഹായം ചോദിക്കാൻ പറഞ്ഞു. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ദിവ്യവൈദ്യനും ഔഷധമായ ഈശോയെ ഈ മകളിലും ഈ കുഞ്ഞിലും വന്ന് നിറയണമേ എന്ന് അവിടെ ആരാ നിൽക്കുന്നതെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അന്ന് രാത്രി മുഴുവനും ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളുടെ ഹാർട്ട് ബീറ്റ് ആ കുഞ്ഞിൻ്റെ വളരെയധികം കുറഞ്ഞു പോയായിരുന്നു, 25-30 ആയിരുന്നു. ആ പ്രാർത്ഥന ഞങ്ങൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി രാവിലെ വന്ന് ഡോക്ടർ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ 156. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം 90 ഇഞ്ചക്ഷൻ ചെയ്തായിരുന്നു ആ മകളെ 6 ദിവസം അവിടെ കിടത്തിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പല അംഗവൈകല്യം വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 24 ഞങ്ങൾക്ക് യാതൊരു അംഗവൈകല്യം കൂടാതെ ഒരു കുഞ്ഞിനെ ഈശോ തന്നു. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഹാർട്ട് ബീറ്റ് കഴിഞ്ഞ് അബോർഷൻ നടത്താനായിട്ട് വിധി എഴുതിയ എവ്ലിൻ ഫ്രിജോയാണ് ഇപ്പോൾ അൾത്താരയിൽ നിന്ന് സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. നാൾത്തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. നാഥൻ നാൾത്തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. സാക്ഷ്യം നൽകുന്നു ആൽവിൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ എൻ്റെ പേര് ഗ്രേസി, എൻ്റെ വീട് ചൂണ്ടല്. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറയുന്നു. 10 വർഷമായി എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞുണ്ടാവേ ഞങ്ങൾ പല ഡോക്ടർമാരിനെ കാണുകയും അവ കാണിക്കുമ്പോഴൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു. അവസാനം ഞാൻ യേശുവിനോട് പറഞ്ഞു, ഇവിടെ വന്ന് ഞാൻ ഒരാഴ്ച ധ്യാനം കൂടി വന്ന് ഇവിടുന്ന് ഒരു മാതാവിന്റെ രൂപം ഞാൻ വീട്ടിൽ മേടിച്ചു കൊണ്ടുവച്ചിട്ട് എന്നും പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എനിക്ക് ഒരു മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയാണ് മാതൃത്വം നമുക്ക് തരുന്നത്. 10 വർഷങ്ങൾ വേദന സഹിച്ച ഈ കുടുംബത്തിലേക്ക് മാതാവിന്റെ രൂപം കടന്നു വന്നപ്പോൾ തൻ്റെ മകൾക്ക് ഒരു മിടുക്കനായ ഒരു മാലാഖ കുഞ്ഞു പോലൊരു കുഞ്ഞിനെ ദൈവം സമ്മാനമായി നൽകി. പ്രാർത്ഥിക്കുക, കർത്താവിനോട് നന്ദി പറയുക, കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾത്തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. നാഥൻ നാൾത്തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ, പാടുക
നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ടോ നിങ്ങൾ? പരിശുദ്ധ അമ്മയോട് 9,13,00,000 നന്മ നിറഞ്ഞ പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാക്ഷ്യം നൽകുന്നു വിനിൽ മാത്യു. ജെഫിൻ, സോറി. എൻ്റെ പേര് ഫെയ്സി. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഇവന് പനി വരുമ്പോൾ 4 പ്രാവശ്യം ഫിക്സ് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് 4 ആഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ 4 വെള്ളിയാഴ്ചകളിൽ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ സംസാരിക്കാനും ഇവന് ബുദ്ധിമുട്ടായിരുന്നു, സംസാരിക്കണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ പിന്നീട് 2 പ്രാവശ്യം പനി വന്നിട്ടും അവന് ഫിക്സ് വന്നിട്ടില്ല. പിന്നെ സംസാരിച്ചും തുടങ്ങി. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. അവനൊന്ന് അമ്മയെന്നൊന്ന് വിളിച്ചേൻ. കുട്ടൻ വിളിക്കുവോ? അമ്മേ, അമ്മ വിളിച്ചേൻ. അമ്മേ, അമ്മ. ഫിക്സ് രോഗത്തിനടിമയായിരിക്കുന്ന ജെഫിന്റെ സ്വരമാണ് കേട്ടത്. അമ്മ. ആരൊക്കെ അമ്മയെ വിളിക്കുന്നുണ്ടോ അമ്മയുടെ സാന്നിധ്യം കടന്നു വരും. ഈ വലിയ അനുഗ്രഹം നൽകിയത് ദൈവമാണ്. എല്ലാവരിലും വലിയവനാണ് ദൈവം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറയാം. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സാക്ഷ്യം നൽകുന്നു. ഹലോ, എൻ്റെ പേര് വിനിൽ മാത്യു, അന്തിക്കാടിന് വീട്. എനിക്ക് 2 മാസം മുന്നേ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ വൈഫാണ് വന്നത്. ഇവിടെ പട്ടത്തച്ഛനെ കണ്ട് എൻ്റെ കാലിൻ്റെ നടത്തം ഒന്ന് മാറി കിട്ടി. ഇവിടുന്ന് പോകുമ്പോൾ നവംബറിൽ ധ്യാനത്തിന് കൂടിയിട്ടാണ് എൻ്റെ കാലിൻ്റെ നടക്കാനുള്ള ശക്തി കിട്ടിയത്. വോക്കറിലാണ് ഇവിടെ ഞാൻ വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എല്ലാത്തിനും സൗഖ്യം കിട്ടിയത്. വാക്കറിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ വന്ന വിനിൽ മാത്യു ആണ് നിൽക്കുന്നത്. ഇന്ന് മൂവ്മെന്റുകളൊക്കെ വളരെ ദ്രുതഗതിയിലായിട്ടില്ല എങ്കിലും എല്ലാ കാര്യങ്ങളും സ്വാഭാവിക വിധത്തിൽ ചെയ്യുവാനായിട്ട് ഒരു പ്രത്യേകമായ കൃപ, അനുഗ്രഹം, സൗഖ്യം താമസിച്ചുള്ള ധ്യാനത്തിലൂടെ ഒത്തിരിയേറെ സൗഖ്യങ്ങൾ താമസിച്ചുള്ള ധ്യാനത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ മാസത്തിലെ 2ാമത്തെ ആഴ്ചയിലാണ് താമസിച്ചുള്ള ധ്യാനം നടക്കുന്നത്. വിനിൽ മാത്യു അപ്രകാരം വന്ന് വാക്കറിൽ കടന്നു വന്ന വിനിൽ മാത്യു ആണ് നിൽക്കുന്നത്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അസ്ഥി സംബന്ധമുള്ള രോഗമുള്ളവർ, ആക്സിഡന്റ് പെട്ട് ഓപ്പറേഷൻ കഴിഞ്ഞവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒക്കെ പ്രത്യേകമായി ഈ ധ്യാനമന്ദിർ പ്രാർത്ഥന നടക്കുന്നുണ്ട്. നമുക്ക് കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ നമുക്ക് ബന്ധപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തോട് നന്ദി പറയും. സാക്ഷി നൽകുന്നു ജോർജ് അന്തോണീസ്. മൈക്കിന്റെ അടുത്ത് നിന്നിട്ട് ഇത് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ത്രേസ്യ. എൻ്റെ വീട് 3 മുറിയിൽ. ഞാൻ അനീതിയുടെ കുട്ടികൾക്കാണ് സാക്ഷ്യം പറയുന്നത്. അവർക്ക് മൂത്ത കുട്ടി ഒരു മന്ദബുദ്ധിയാണ്. രണ്ടാമത് 10 വർഷത്തിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങളുണ്ടായത്. അവർ 7 മാസമായപ്പോൾ മക്കളെ പ്രസവിച്ചു. അവർക്ക് തൂക്കം 1,200 1,300 ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പ്രേക്ഷിതയാണ്. ഞാൻ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും വരാറുണ്ട്. ഞാൻ റിജോച്ചനെ കണ്ടു പറഞ്ഞു കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ. അപ്പോൾ റിജോച്ചൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പം കൂടാതെ ഈശോ ആ മക്കളെ നല്ല മക്കളായി ഈശോ കൊടുത്താൽ ഞാൻ ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. 10 ഒരു ആദ്യത്തെ കുഞ്ഞിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ വലിയ സ്നേഹസമ്മാനമാണ് ജോർജും അന്തോണീസും. സെന്റ് ജോർജിന്റെ നാമധാരിയായിരിക്കുന്ന ജോർജ് കുട്ടനും വിശുദ്ധ അന്തോണീസിന്റെ നാമധാരിയായിരിക്കുന്ന അന്തോണീസും കരങ്ങൾ ഉയർത്തിയടിച്ച് ഇരട്ട കുട്ടികളെ 10 വർഷം ശേഷം നൽകിയ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ,
നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. പ്രേക്ഷിത പ്രവർത്തനത്തിന് തൻ്റെ അനുജത്തി നൽകിയ സ്നേഹ സമ്മാനവുമായിട്ടാണ് ജെറൂസലേം പ്രേക്ഷിതന്റെ അനുജത്തെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ പ്രേക്ഷിതരായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് കൺവെൻഷൻ നാളിൽ അവസരമുണ്ട്. അതിനുശേഷം ഇവിടുത്തെ പ്രേക്ഷിതരായി തീരാൻ പുതിയ പ്രേക്ഷിതരെ എടുക്കുന്നുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ്. അപ്രകാരം ആഗ്രഹിക്കുന്നവർ ഓഫീസിൽ പേരുകൾ നൽകുക, കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുക. പ്രത്യേകമായ വിധത്തിൽ പാരിഷ് പ്രയർ മീറ്റിൽ ഓരോ സ്ഥലത്തുനിന്ന് പേരുകൾ തന്നിട്ടുണ്ട്. അവർ അതിന് പ്രത്യേകമായ ലീഡറായിരിക്കുന്ന ശോഭ എന്ന് പറയുന്ന സഹോദരിയുമായിട്ട് ബന്ധപ്പെടുക. വിശദമായ കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സാക്ഷ്യം നൽകുന്നു പോൾസൺ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് പോൾസൺ, കടങ്ങോട് ഇടവയിൽ നിന്ന് വരുന്നു. എനിക്ക് വിദേശത്തുണ്ടായിരുന്ന ജോലി ഈ കഴിഞ്ഞ മെയ് മാസം നഷ്ടപ്പെട്ടു. തിരിച്ച് നാട്ടിൽ വരികയും ഇവിടെ സാധിക്കുന്ന വെള്ളിയാഴ്ചകളിൽ എല്ലാം വന്ന് പ്രാർത്ഥിക്കുകയും തുടർന്ന് ഉപവാസ പ്രാർത്ഥനയിലും ആഗസ്റ്റ് മാസത്തിലെ താമസിച്ചുള്ള ധ്യാനത്തിലും എല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ ആഗസ്റ്റ് മാസത്തിലെ താമസിച്ചുള്ള ധ്യാനത്തിൽ തീരുമാനമെടുത്തു ഇവിടെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ആൾക്കാരെ ധ്യാനത്തിന് കൊണ്ടുവരുവാനും തീരുമാനമെടുത്തു. ഇതിൻ്റെ എല്ലാം ഫലമായി കർത്താവ് എനിക്ക് വിദേശത്ത് ജോലി നൽകി അനുഗ്രഹിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൽ സംബന്ധിച്ചു പോകുന്നവർ ധാരാളം പേരുണ്ട്. എന്നാൽ അതിൻ്റെ തുടർ ഫലമാണ് ഇപ്പോൾ തന്നെ പോൾസൺ പറഞ്ഞത്. തൻ്റെ വിദേശ യാത്ര എന്ന് വരുന്നുവെന്നൊന്നും നിശ്ചയം തോന്നുന്നില്ല. എന്ന് വന്നു കഴിഞ്ഞാലും തൻ്റെ സ്ഥലത്ത് നിന്നും ഒരു പറ്റം ആളുകളെ വാഹനത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രേക്ഷിതനാണ് പോൾസൺ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോൾ ദൈവവേലയ്ക്ക് കർത്താവിനെ കാണാൻ പോരുന്നോ, കർത്താവിനെ കാണണ്ടേ, കർത്താവിനെ കേൾക്കാൻ ഇഷ്ടമില്ലേ, ഒന്ന് പറഞ്ഞ് കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊണ്ടുവരുന്ന കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിലൊരുവനാണ് ഈ പോൾസൺ. ഈശോയോട് നമുക്ക് നന്ദി പറയാം. ധ്യാനത്തിൽ കൂടി നമുക്ക് സൗഖ്യം കിട്ടുക, കാര്യം നേടുക എന്നുള്ളതല്ല വരുന്നത്. യേശുവിന് പ്രേക്ഷിതര്, ശുശ്രൂഷകര്, കുടുംബക്കാരെ, രോഗികളെ, നിരാശകരെ, അടിമത്തത്തിൽ കഴിയുന്നവരെ സ്വാതന്ത്ര്യം കൊണ്ടുവരുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് നമ്മൾ ദൈവമക്കളെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. ഏതെങ്കിലും വ്യക്തികൾ കൺവെൻഷൻ നാളുകളിൽ പ്രേക്ഷിതരൊഴിച്ച് ബാക്കി ആരെങ്കിലും ഇതുപോലെ ദൈവജനത്തെ കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ ഇന്ന് അച്ഛന് കഴിയുമ്പോൾ മധ്യസ്ഥാലത്തിൽ അവിടെ ഉണ്ടാകും. പേരുകൾ തരണം. അവർക്ക് വേണ്ടി അച്ഛൻ്റെ പ്രാർത്ഥന പ്രത്യേകമായി സ്ഥാനമുണ്ടായിരിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ച് ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാം. കരങ്ങൾ നന്നായി ഉയർത്തിയടിച്ചുകൊണ്ട് സാക്ഷ്യം നൽകുന്നു അവിയ. നന്ദി. എൻ്റെ പേര് ലില്ലി. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് പറയുന്നത്. 3 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് അതിൽ 2 വട്ടം അബോഷനായി. ഒരു കുഞ്ഞുണ്ടാവുക 9 വെള്ളിയാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഒരു കുഞ്ഞിനെ തന്നു അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 3 വർഷക്കാലമായി കുഞ്ഞുങ്ങളില്ലാത്തൊരു കുടുംബത്തിലേക്ക് 9 വെള്ളിയാഴ്ചകൾ മുടക്കം കൂടെ. എന്തിനാ ഈ 9 എന്ന് പറയുന്നത്? അച്ഛൻ പറയാറുണ്ട് 3, 5, 7, 9. പ്രിയപ്പെട്ടവരെ, പഴയ കാലത്തുണ്ടായിരുന്നൊരു തഴക്കമാണിത്. മാതാവിൻ്റെ നേതൃത്വത്തിൽ അവർ 10 നാൾ മാതാവ് ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പല സ്ഥലങ്ങളിലും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് തുടർച്ചയായി വചനം ശ്രവിക്കുന്നു, തുടർച്ചയായി പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥിരത എന്ന പുണ്യം കർത്താവ് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 9 അല്ലെങ്കിൽ 7 എന്നൊക്കെ പറയുന്നത്. അമ്മച്ചി 9 വെള്ളിയാഴ്ച മുടക്കം കൂടാതെ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 വർഷക്കാലം മക്കളിലായിരുന്ന തൻ്റെ മകൾക്ക് ഒരു നല്ല മകളെ, ആരോഗ്യമുള്ള മകളെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കരുണ കാണിച്ച ദൈവത്തോട് കരുണയോടെ കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറഞ്ഞു. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതി
നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. സാക്ഷി നൽകുന്നു ജലക്സ്. എൻ്റെ പേര് ജലക്സ്. ഞാൻ ചിറ്റിശ്ശേരി നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ അലർജി രോഗത്തെ മാറിയതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഭവനം ലഭിച്ചതിന് വേണ്ടി സാക്ഷി നൽകാനാണ് വന്നത്. എനിക്ക് 4 കൊല്ലമായി അലർജി രോഗം ഉണ്ടായിരുന്നു. അത് കാലത്ത് എണീക്കുമ്പോൾ തുമ്മലായി ഒരു നിർത്താണ്ട് തുമ്മുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും പൊടിയടി അങ്ങനെ ശല്യം ഉണ്ടായത് തന്നെ അത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. ഇവിടെ മെയ് മാസത്തിൽ 25-ാം തീയതി താമസിച്ചുള്ള ധ്യാനത്തിൽ കൂടുകയും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഇപ്പോൾ 6 മാസത്തോളമായി അലർജി എന്ന ആ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് പൊടിയിലും പിന്നെ അതുമാതിരിയുള്ള അവസ്ഥകളിലും ഒരു കുഴപ്പവും ഇതുവരെ ദൈവം കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ദൈവത്തിന് 1000 നന്ദി. അത് മാത്രമല്ല, ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല. ഞാൻ അതുപോലെ തന്നെ മെയ് മാസത്തിലെ താമസിച്ചുള്ള ധ്യാനത്തിൽ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ വീടുകൾ നോക്കിയിരുന്നത്. അതിനുശേഷം 2 മാസത്തിൽ ഉള്ളിൽ തന്നെ വീട് ലഭിക്കുകയും പിന്നെ അതുപോലെ തന്നെ ജെറുസലേമിനടുത്ത് തന്നെ ചിറ്റിശ്ശേരിയിൽ വീട് ദൈവം ഒരുക്കി നൽകുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥന ചിറ്റിശ്ശേരിയിൽ ഇരുന്ന് തന്നെ എനിക്ക് കേൾക്കാനുള്ള അവസരം വരെ ദൈവം ഒരുക്കി. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. ഇവിടെ ഒരു മകന്റെ ജീവിത സാക്ഷ്യമാണ് അലർജി. ചിലവർക്ക് ചുമയായിരിക്കാം, ചിലവർക്ക് എക്കിളായിരിക്കാം, വേറെ ചിലർക്ക് മറ്റേത് കോൾഡ്, നിരന്തരമായിരിക്കുന്ന അലർജി പൊടി സംബന്ധമായിട്ടുണ്ടായ ജലക്സിന്റെ ഒരു യുവാവിന്റെ സാക്ഷ്യമാണ് കേട്ടത്. ഒരു പ്രായമുള്ള ആളോ ചെറുപ്പക്കാരനല്ല, തൻ്റെ ജീവിത സാക്ഷ്യം മെയ് മാസത്തിൽ താമസമുള്ള ധ്യാനത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ താമസ ധ്യാനത്തിൽ കൂടി അവരൊന്ന് കരങ്ങൾ പൊക്കിയിരുന്ന് അവരൊന്ന് എഴുന്നേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് താമസിച്ച് ഇവിടെ നല്ല ദിവസം ധ്യാനത്തിൽ കൂടി. ഇതാ ഒരു ചെറിയ ഒരു കാഭാഗം ആളുകൾ ഇവിടെ താമസ ധ്യാനത്തിൽ കൂടി എൻ്റെ പരിണത ഫലമായിട്ട് അവർ വെള്ളിയാഴ്ചകളിൽ വന്ന് സംബന്ധിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു ശുപാർശയുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സൗഖ്യം കിട്ടിയതുപോലെ സന്തോഷം കിട്ടിയതുപോലെ വെള്ളിയാഴ്ച തോറും വരുന്ന പോലെ നമ്മളും അനേകം മക്കളുടെ ഒരു അപ്പസ്തോലന്മാരാണ്, സാക്ഷികളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നവർ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഇവർ എടുത്തിരിക്കുന്ന നല്ല നല്ല തീരുമാനങ്ങളുണ്ട്. ഒന്ന് ഇരിക്കുന്നവർ വലത് കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. എഴുന്നേറ്റ് നിൽക്കുന്നവരും കരങ്ങൾ ഉയർത്തി ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേൻ. മോനും കരങ്ങൾ ഉയർത്തി 2 കരങ്ങൾ ഉയർത്തി പിടിച്ച് കത്താണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജലക്സെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, 2ാം ആഴ്ചകൾ നടക്കുന്ന താമസമുള്ള ധ്യാനത്തിലേക്ക് ഇതാ ഒരു വലിയ സൈന്യവ്യൂഹത്തെ കഥ ഒരുക്കണമേ. അത്ഭുതങ്ങൾ അടയാളം സംഭവിക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് താമസ ധ്യാനത്തിൽ കൂടിയിട്ടുള്ളവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, വരും കാലങ്ങളിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാനും എൻ്റെ കുടുംബവും ധ്യാനത്തിൽ സംബന്ധിക്കാൻ തീഷ്ണത വരാൻ അനേക മക്കൾക്ക് കർത്താവേ നീ അനുഗ്രഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദിയായി സ്തോത്രം കർത്താവേ, നന്ദി സ്വീകരിക്കുന്നു. കൈകളടിച്ച് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. സാക്ഷി നൽകുന്നു ആൽഡ്രിൻ ജോബി. എൻ്റെ പേര് സൗമ്യ ജോബി. ഞാൻ ആളൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. 1.5 വർഷത്തിന് ശേഷം 2 മക്കളുണ്ടായിരുന്നു. അതിലൊരാൾ 2 മാസത്തിൽ പാലിസിൽ പോയി. പിന്നെ ഒരാളുണ്ടായിരുന്നത് പുറത്ത് വന്നപ്പോൾ മരിച്ചു പോയി. പിന്നീട് 6 വർഷത്തിന് ശേഷം എനിക്കൊരു മകനുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 25-ാം തീയതി എനിക്കൊരു മകനെ കിട്ടി അനുഗ്രഹിച്ചു. അതിനിടയിൽ ഞാൻ അച്ഛനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം, ആദ്യത്തെ കുഞ്ഞിൻ്റെ നഷ്ടത്തിന് ശേഷം 6 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ ഒരു സുന്ദരനായ കുട്ടിയാണ് ഇപ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ ഗർഭധാരണ സമയത്തും അതിനുശേഷം ഇപ്പോൾ 2 പേര്, 2 കുഞ്ഞുങ്ങളെ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അലക്സർ എന്ന് പറയുന്ന അവിടുത്തെ ആശുപത്രിയിൽ അവിടെ കിടക്കുകയാണ്. മറ്റൊരു കുഞ്ഞ് ഇവിടുത്തെ തൃശ്ശൂരുള്ള മിഷൻ ഒരു ആശുപത്രിയിലാണ് കിടക്കുന്നത്. കൈക്കുഞ്ഞുങ്ങളാണ്. അവർക്ക് രോഗം എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്രകാരമുള്ള ചോരക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് വലത് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. കർത്താവേ, രോഗികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഗർഭധാരണ സമയത്തുണ്ടാകുന്ന പലവിധ അസ്വസ്ഥതയുള്ള ഗർഭിണികൾ,
അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭയം, ദുഃഖം, ഉത്കണ്ഠ, ആകുലത എല്ലാം എടുത്തു മാറ്റി സുഖപ്രസവത്തിലൂടെ കുഞ്ഞിനെ ജന്മം നൽകുവാൻ കർത്താവ് ഇടവരുത്തണമേ. കുഞ്ഞുങ്ങളിലുള്ള രോഗങ്ങൾ, രോഗപീഠകൾ, ആശുപത്രി ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വെയിറ്റ് കുറഞ്ഞ കുഞ്ഞ് കർത്താവായ ഈശോയെ ഹാർട്ടിന്റെ ബീറ്റ് കുറഞ്ഞ കുഞ്ഞ് ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. തലയിലെ വെള്ളം കെട്ടി കിടക്കുന്ന കുഞ്ഞ് ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ ഒരു കരം ഉയർത്തി കർത്താവിന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നവജാത ശിശുക്കളെ മുഴുവനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിശയങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ കുഞ്ഞുമക്കളെ. യേശുവേ നന്ദി പിതാവേ, നന്ദി. കൈകൾ അടിച്ച് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ.